ഹായ് ഡിയേഴ്സ്. അപ്പം 2025 എൻഡ് ചെയ്തു. ഇനി ന്യൂ ഇയർ 2026. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം ന്യൂ ഇയർ ആയിട്ട് 2-3 ദിവസമായിട്ട് സെലിബ്രേഷനാണ്. ക്രിസ്മസ് സെലിബ്രേഷൻ, ന്യൂ ഇയർ സെലിബ്രേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ 2-3 ഡേയ്സ് ആയിട്ട് കുറേ ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയില്ല, തിരക്ക് എന്ന് പറയാനും ഇല്ല, എന്നാൽ തിരക്ക്. മടിയോണോ ചോദിച്ചാൽ ചെറിയൊരു മടിയും, വീഡിയോ ഇടാൻ ഇടയ്ക്ക് പറ്റുന്നില്ല. പിന്നെ നന്ദു വീട്ടിലുണ്ട്. അപ്പോൾ പിന്നെ നന്ദുവിൻ്റെ കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചില സമയത്ത് അത് പറ്റാതെ വരുന്നുണ്ട്. സ്കൂളിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ കാരണം അത് പറ്റുന്നില്ല. അപ്പം അത് കാരണം വീഡിയോസ് കുറച്ച് കുറവാണ്. കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു രാമേശ്വരം കഴിഞ്ഞിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ഒരു വീഡിയോയും ചെയ്യാതിരിക്കുമ്പോൾ ഒരു മനപ്രയാസം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ 2-3 ഡേയ്സിൻ്റെ വീഡിയോസായിട്ട് കുറച്ച് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, അതുപോലെ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ എ വെരി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും ഈ വർഷം വളരെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശിശുന വ്ളോഗ്സ് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ്സ് ഭയങ്കര കുറവാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് പറയുക, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതും പറയുക. എനിക്കെങ്ങനെയെന്ന് വെച്ചാൽ കുറേ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല ഓരോ സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലരായിരിക്കും ഒരു വീഡിയോ ഇടുമ്പോഴേക്ക് തന്നെ ഒരു യൂട്യൂബറിന് ഭയങ്കരമായിട്ട് പൈസ കിട്ടും, മോണിറ്റൈസേഷനൊക്കെ ഉണ്ടെന്ന്. അങ്ങനെയല്ല കേട്ടോ. യൂട്യൂബിൻ്റെ ഫോർമാലിറ്റീസ് ഭയങ്കര വലിയ ഫോർമാലിറ്റീസാണ്. നന്നായി യൂട്യൂബ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് വീഡിയോസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈക്ക്, സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വാച്ച് അവേഴ്സൊക്കെ ഉണ്ട്. 4000 വാച്ച് അവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ തന്നെ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഒരു വീഡിയോയിൽ 4000 വാച്ച് അവേഴ്സാണ് വേണ്ടത്. വ്യൂവേഴ്സ് അതിനേക്കാളും കൂടെ വാച്ച് അവേഴ്സാണ് വേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലേ അത്രയും വാച്ച് അവേഴ്സൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്നും എനിക്കിതുവരെ അങ്ങനെ വന്നിട്ടില്ല. ചിലരൊക്കെ പറയുന്നത് 3000 വീഡിയോസൊക്കെ ഇടുമ്പോഴാണ് മോണിറ്റൈസേഷൻ തന്നെ ഓപ്പൺ ആവുക എന്നുള്ളത്. അപ്പം എനിക്കങ്ങനെ അത്ര ആയിട്ടില്ല. ഞാനിപ്പോൾ ഒരു 130 വീഡിയോസ് അടുത്തായിട്ടുള്ളൂ, ഷോർട്സും യൂട്യൂബ് വീഡിയോസും കൂടെ. അപ്പം പിന്നെ കണ്ടിന്യൂസ് ഇടുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം അത് അങ്ങനെ നമ്മൾക്ക് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു കാര്യം വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ചെയ്തതിന് നമുക്കൊരു മോണിറ്റൈസേഷൻ, കാരണം അവരുടെ റൂൾസ് ആണല്ലോ, നമ്മളത് പാലിക്കാത്തതിന് ആരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ പുതുവർഷം നല്ലതായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം ചെറിയ കുറച്ച് ക്ലിപ്പിങ്സ്, ഇടയ്ക്ക് എയർപോർട്ടിൽ പോയി കോയമ്പത്തൂർ, പിന്നെ അത് കഴിഞ്ഞ് രാവിലെ തിരിച്ചു വരുമ്പോൾ പാലക്കാടിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ, ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്ലീസ് എൻജോയ്. ഓക്കെ, ബൈ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ സെലിബ്രേഷൻ നമ്മുടെ പുതുനഗരം ബ്രാഞ്ചാണ്, 2nd ബ്രാഞ്ചിൽ. അപ്പോൾ അവിടെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുട്ടികളൊക്കെ കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നൊരു ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ ഇത്. കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ തന്നെ കോർഡിനേറ്റ് ചെയ്തെല്ലാം ചെയ്യും. ഇവിടെ സീനിയർ ജൂനിയർ ബാച്ചസൊക്കെ ഉണ്ട്. ഇത് പാലക്കാട് മെയിൻ ബ്രാഞ്ചിലാണ്, സീനിയർ ബാച്ച് സ്റ്റുഡൻസിനാണ്. അപ്പോൾ ജനുവരി 1 ആക്ച്വലി ഫംഗ്ഷൻ 31 ആണ്. അപ്പം ന്യൂ ഇയറിൻ്റെ ഒരു റെസൊല്യൂഷൻ ചെയ്യുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. നമ്മളൊരു ഓത്ത് പോലെ അടുത്ത വർഷം നമ്മളെങ്ങനെ 2026 വരവേൽക്കുന്നു എന്നുള്ള ഒരു ഓത്തിങ് സെറമണി പോലെ ചെറിയ ആക്ടിവിറ്റിയൊക്കെ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് ക്രിസ്മസ് ഫ്രണ്ട്സിൻ്റെ വക അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗിഫ്റ്റ്സ് ഷെയർ ചെയ്യണം. ക്രിസ്മസ് ഫ്രണ്ട്സ് എന്ന നിലയ്ക്ക് ഗംഭീരമായിട്ട് നടന്നു കേട്ടോ ആ പരിപാടിയൊക്കെ. കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമും, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, അതുപോലെ സോങ്സ് ഒക്കെ കുട്ടികൾ കുറേ സമയം സ്കൂളിൽ എൻജോയ് ചെയ്തു. ഉച്ചവരെ സെലിബ്രേഷൻസൊക്കെ ആയിരുന്നു. ഇതാരാന്നറിയോ? എൻ്റെ റോമിക്കുട്ടൻ. എൻ്റെ പെറ്റ് പോയ ശേഷം ഇയാൾ എപ്പോഴും വരും, വന്ന് കയ്യിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ മേടിച്ച് കഴിക്കും കേട്ടോ. ഒരു ഭയവും ഇല്ല. ഒരു ഭയമുള്ള ഒരേ ഒരു സംഭവം
ഫോട്ടോ എടുക്കാൻ പാടില്ല. ക്യാമറയും കൊണ്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ട് അവൻ ഓടിക്കളയും. എൻ്റെ റോമിയാണ് കേട്ടോ ഇത്. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ആ സമയം 3:20. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ഇന്ന് January 1, ടൈം 3:30 AM. അപ്പോൾ ഞങ്ങളിന്നൊരു യാത്രയാണ്. ഗോയിങ് ടു കോയമ്പത്തൂർ എയർപോർട്ട്. നന്ദുവിന് ഭോപ്പാൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് 6:30-ക്കാണ്. അപ്പോൾ നമ്മൾ 5 o'clock ആകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ വി ആർ സ്റ്റാർട്ടിങ് അറ്റ് 3:30, 3:45 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ റെഡിയായി, ശിവേട്ടൻ നന്ദും കൂടെ റെഡിയായ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എയർപോർട്ട് എത്തിയത്. നന്ദു അകത്ത് കയറി. സോ വി ആർ ബാക്ക് ടു ഹോം. വളരെ നേരത്തെ 5:30 ആകുമ്പോഴേക്ക് എത്തിയിട്ടോ. എൻ്റെ കാർ പാർക്കിംഗ് നല്ല ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. ഇപ്പം കാർ പാർക്കിംഗ് ഒരു പ്രോബ്ലമാണ് എയർപോർട്ടിൽ. ശിവേട്ടൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് വന്ന് കോയമ്പത്തൂർ എയർപോർട്ട്. ഇവിടെ ഒരു കഫേ കണ്ട, ബാലാജി കഫേ. ചായ ഉണ്ടോയെന്ന് അറിയില്ല, പുറത്താണ്, നോക്കട്ടെ. തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പുതുശ്ശേരി വഴി എലപ്പുള്ളിക്ക് പോവുകയാണ്. എന്തിനാണെന്നറിയില്ലേ? എന്തിനാണെന്നറിയാം കേട്ടോ. എന്തിനാണെന്നറിയില്ലേ എന്നേ, എന്തിനാണെന്നറിയാം. ഞങ്ങൾ ഇപ്പോൾ സമയം രാവിലെ 7:30 മണി. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു ആഗ്രഹമാണ് രാമശ്ശേരിയിൽ വന്ന് കഴിക്കണം. രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്, പക്ഷെ രാമശ്ശേരിയിൽ വന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ രാമശ്ശേരിയിലുള്ള ഒരു ഇഡ്ഡലിക്കടയിൽ തപ്പി നടക്കുകയാണ്. 1-2 റെഫറൻസ് ഉണ്ട്, എന്നാലും നോക്കട്ടെ, അതൊക്കെ അവരെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കടയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 7:30 ഏർലി മോർണിംഗ് നന്ദുവിനെ കോയമ്പത്തൂർ എയർപോർട്ടിൽ വിട്ടിട്ട് വരുന്ന വഴിയാണ്. ഊട് വഴികളാണ്, ചെറിയ ചെറിയ വഴികൾ. അപ്പം അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. സരസ്വതി ടീ സ്റ്റാളിലാണ് കേട്ടോ. ഗംഭീരമായിട്ടുള്ളൊരു കടയാണ്. കുറേ യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു രാമശ്ശേരി ഇഡ്ഡലിക്കട കണ്ടോ. ശ്രീ സരസ്വതി ടീ സ്റ്റാൾ, രാമശ്ശേരി ഇഡ്ഡലി കട. വളരെ ഫേമസ് ആണ്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇത് യൂട്യൂബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കടയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ സ്ഥാപകൻ്റെ ഫോട്ടോയും പിന്നെ ഈ ഓരോ സാധനങ്ങളുടെ റേറ്റ് വിവരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ കടയാണ് കേട്ടോ. ഇവിടെ വന്ന ആൾക്കാരുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മി നായരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ്, പഴയ ആയുർവേദ സ്റ്റുഡൻ്റ്, പുള്ളി ഇവിടെ വന്ന് ഇരിക്കണം. ഇവിടെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വന്നിട്ട് കാണിക്കാം. കാലത്തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ ഇതും ഉണ്ട്, ഉഴുന്നുവട, പരിപ്പ് വടയുണ്ട്, ചാറ്, സാമ്പാർ, ചട്നി എല്ലാം ഉണ്ട് ഇതിന്. അതുപോലെ ചെറിയ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. വേണ്ട, ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടമുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. രാവിലെ 7:30 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല തിരക്ക്. അപ്പം നമ്മൾക്ക് അകത്ത് കയറിയിട്ട് രാമശ്ശേരി ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഏകദേശം എല്ലാ യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അകത്ത് കയറി ഒന്ന് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഒന്ന് വീഡിയോ എടുക്കാൻ ഉണ്ടോ. പിന്നെ ചട്നി സാധനങ്ങളൊക്കെ ഉണ്ട്. സമയം 7:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സരസ്വതി അമ്മയാണോ ഇതുണ്ടോ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. കുറേ ദിവസം ഇവിടെ വന്ന് അതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. ഇതുണ്ടോ രാമശ്ശേരി ഇഡ്ഡലി. ഇതാണ് ഇവിടെ ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കണം അല്ലേ. നിങ്ങളാണോ സരസ്വതി അമ്മ? അല്ല അല്ല, അതെയോ. നിങ്ങളുടെ പേരെന്താ? രത്നമ്മയോ? രുക്മണി. ഇങ്ങനെ ഒരു 3-4 വയ്ക്കും അല്ലേ? 3 തട്ടായിട്ട് ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം, ചൂടായിട്ട്. ഇവിടെ മോളും ചെയ്യുന്നുണ്ട്. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? 4
4 മണിക്ക്. സാധാരണ ദിവസങ്ങളിൽ 5 മണിക്ക് അല്ലേ? ഇത് എന്ത് ഇലയാണ്? പ്ലാച്ചെലിയിൽ എപ്പോഴും ഉണ്ടാക്കാം? അതെയാ, തുണിയിൽ ഇതാക്കിയിട്ട് ഇവിടെ ഇങ്ങോട്ട് വയ്ക്കും. ഇതവിടെ കണ്ടോ ചെയ്യുന്ന രാമേശ്വരി ഇഡ്ഡലിയുടെ ഒരു പ്രത്യേകത ഉണ്ടോ, വലിപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ കല്യാണത്തിനൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഓർഡർ വരുമ്പോൾ അങ്ങോട്ട് വരും, പക്ഷെ ഇതുവരെ ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പെരുമ്പ് അപ്പം എത്ര 6 പാത്രങ്ങളുണ്ടെങ്കിലും ഒരു പാത്രത്തിൽ 3 ഇഡ്ഡലി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാനുണ്ട്. അപ്പം നമുക്ക് കഴിക്കാൻ പോകണേ ഉള്ളൂ. കഴിക്കട്ടെ കേട്ടോ. ഇവിടെ സാമ്പാർ, ഇത് സാമ്പാർ, ഇത് ചട്നി, പിന്നെ ഇവർ ഫേമസ് ഇതാണല്ലേ, പൊടിയാണ് ഫേമസ്. പിന്നെ ചമ്മന്തി ഇതൊക്കെയാണ് രാമേശ്വരി ഇഡ്ഡലിയുടെ കൂടെ കിട്ടുക. ഇത്രയും 2 ആൾക്കൊരു പ്ലേറ്റ് തന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വെച്ചിട്ടില്ല. ചേട്ടനിങ്ങനെ പഴമൊക്കെ അപ്പോൾ ഇഡ്ഡലി വരുന്നുണ്ടോ. ഇതാണ് രാമേശ്വരി ഇഡ്ഡലി. കംപ്ലീറ്റ് കണ്ടിട്ട് ഓക്കെ. ഭയങ്കര ചൂട് കേട്ടോ. എന്ത് സോഫ്റ്റാണോ. അയ്യോ, ഇതെത്താ പഞ്ഞി പോലെയുണ്ട്. നമ്മൾ വട്ടയപ്പം അല്ലേ, അടിപൊളി. ശരി, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ എടുക്കാൻ നോക്കട്ടോ. ഇതിൽ ഇത് ഇവിടുന്ന് തിരിച്ചോ. അതിനാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന പൊടി വെളിച്ചെണ്ണയാണ് അങ്ങനെ ഉണ്ടാവും. ഓപ്പൺ ചെയ്യുന്നു. പിന്നെ നമുക്ക് നോക്കുന്നത് ചമ്മന്തി ഉണ്ട്. ചമ്മന്തി ഒരു ഉഴുന്ന് കൂടുതലാണ് സോഫ്റ്റാണ്. രാമേശ്വരി കടയിൽ സരസ്വതി ടീ സ്റ്റാളാണ്. രാമേശ്വരി സാമ്പാർ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. സമയം എത്രയേ ഉള്ളൂ, സമയം 7:30 ആകുമ്പോഴേക്കും നല്ല തിരക്കാണ്. ഇവിടെ കണ്ട ഫ്രഷ് ലഡ്ഡു, പിന്നെ അതുപോലെ തേനുമുട്ടായി ഉണ്ടോ, വലിയ തേനുമുട്ടായി ഉണ്ടോ. തേനുമുട്ടായി ചെറുതാണ് കണ്ടിരിക്കുന്നത്, ഭയങ്കര വലുത്. പിന്നെ ബിസ്ക്കറ്റ്, മുറുക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ജോലിക്കാരാണ്, ഇവിടുത്തെ ഈ നാട്ടുകാർ തന്നെയാണ് എല്ലാവരും. ശരിക്കുള്ള കണക്കൊന്നും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ 5ാമത്തെ ജനറേഷൻ. 5ാമത്തെ ജനറേഷൻ. 100 വർഷത്തിന് മൂന്നായിട്ടുണ്ടാവും. അപ്പോൾ ശരി, അടിപൊളിയായിട്ട് ഇറങ്ങാണ്. ഇതാണ് ശ്രീ സരസ്വതി ചേച്ചി. എപ്പോഴും വരാറിലാണോ? ഞങ്ങൾ ഇവിടുത്തുകാരല്ല. അല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചൊരു 15 കിലോമീറ്റർ. ഞങ്ങൾ മൂവാറ്റുപുഴ. അറിഞ്ഞു വന്നാണ്.
ഇത് ഹിസ്റ്ററിലാണ് അവർ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ആദിഗുരുല്ലേ? ആദിഗുരു അവിടെ ആദിയോഗി ശിവന്റെ തിരിച്ച് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിയാണ്. ഇഷായോഗ ഇഷായോഗ അപ്പൊ അവിടെ ഇങ്ങനെ ഇപ്പൊ അത് ഇത് വരികയാണല്ലോ പൂജ. ഇന്നലെ ഗുരു ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സരസ്വതി ടീ സ്റ്റാൾ. രാവിലെ വന്ന് അമ്പലത്തിൽ തൊഴാം, നേരെ രാമശ്ശേരി ഇഡ്ഡലിയും കഴിക്കാം. ഓക്കെ, വളരെ അടുത്താണ്. നമുക്ക് ആക്ച്വലി ജംഗ്ഷനിൽ ഒരു 3 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പുതുശ്ശേരി ജംഗ്ഷനിൽ 3-3.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള വഴി. മാപ്പിൽ ക്ലിയർ ആയിട്ട് സരസ്വതി ടീ സ്റ്റാളിന് ഇട്ടാൽ വരുന്നുണ്ട് കേട്ടോ. മാപ്പ് നോക്കി വരിക. ഓക്കെ, അപ്പോൾ ഇന്ന് ന്യൂ ഇയറിൽ രാമശ്ശേരി ഇഡ്ഡലി സ്റ്റാർട്ടഡ് വിത്ത് രാമശ്ശേരി ഇഡ്ഡലി. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ന്യൂ ഇയർ ദിവസം പുലർച്ചെ 3:30 മുതൽ ഒരു യാത്രയായിരുന്നു. ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്ര കാലം പാലക്കാട് ഇരുന്നിട്ട് രാമശ്ശേരിയിൽ വന്ന് ഇഡ്ഡലി കഴിച്ചിട്ടില്ല. അപ്പോൾ അതിനും കൂടെ ഇന്നൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ഈ ന്യൂ ഇയർ ഇതുപോലൊരു സന്തോഷമായിട്ട് ആവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എ വെരി ഹാപ്പി ന്യൂ ഇയർ, വെൽക്കമിങ് 2026. താങ്ക് യു.